പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഡിഫൻസ് മിനിസ്റ്റർമാരുടെ സമ്മിറ്റുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ ചൈനയിലെത്തിയിരുന്നു. ഇവിടെ വെച്ച് റഷ്യൻ ഡിഫൻസ് മിനിസ്റ്ററുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. പല വിഷയങ്ങളെക്കുറിച്ചും അവർ ചർച്ച നടത്തി. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി എനിക്ക് തോന്നിയ രണ്ട് വിഷയങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ഇതിൽ ആദ്യത്തേത് സൂപ്പർ സുഗോയ് അപ്ഗ്രേഡുമായി ബന്ധപ്പെട്ട ജെറ്റ് എഞ്ചിനെ കുറിച്ചുള്ളതാണ്. ഇന്ത്യൻ എയർഫോഴ്സ് ഉപയോഗിക്കുന്ന സുഗോയ് 30 MKI റഷ്യൻ നിർമ്മിതമാണ്. ഈ എയർക്രാഫ്റ്റിന്റെ 60% കമ്പോണൻസ് ഇന്ത്യയിലാണ് നിർമ്മിക്കുന്നത്. അതുപോലെ സുഗോയ് 30 MKI ഉപയോഗിക്കുന്ന AL-31FP എന്ന ജെറ്റ് എഞ്ചിന്റെ വലിയൊരു ശതമാനവും ഇന്ത്യയിലാണ് നിർമ്മിക്കുന്നത്. സുഗോയ് 30 MKI വളരെ പഴയ ഒരു എയർക്രാഫ്റ്റ് ആണ്. പുതിയ തലമുറയിലെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആയുധങ്ങളെ നേരിടുവാൻ ഇവയെ അപ്ഗ്രേഡ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. സുഗോയ് 30യുടെ ചൈനീസ് വേരിയന്റുകളെല്ലാം തന്നെ അവർ അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. റഷ്യയുടെ വേരിയന്റുകളേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ് ചൈനീസ് വേരിയന്റുകളിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചൈനയുടെ ഈ എയർക്രാഫ്റ്റുകളെ നേരിടുവാൻ എത്രയും പെട്ടെന്ന് തന്നെ സുഗോയ് 30 MKI അപ്ഗ്രേഡ് ചെയ്യേണ്ടതുണ്ട്. ഇന്ത്യയുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് സുഗോയ് 30 MKI അപ്ഗ്രേഡ് ചെയ്യുവാനുള്ള പ്രോസസ് ആരംഭിച്ചു കഴിഞ്ഞു. സൂപ്പർ സുഗോയ് എന്നാണ് ഈ അപ്ഗ്രേഡിന് പേര് നൽകിയിരിക്കുന്നത്. ഈ അപ്ഗ്രേഡോട് കൂടി സുഗോയ് 30 MKI ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച എയർക്രാഫ്റ്റുകളിൽ ഒന്നായി മാറും. ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചതും ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റഡാറുകളിൽ ഒന്നുമായി മാറുവാൻ സാധ്യതയുള്ള വിരൂപാക്ഷ റഡാർ, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഡെവലപ്പ് ചെയ്യുന്ന ഇൻഫ്രാറെഡ് സെർച്ച് ആൻഡ് ട്രാക്ക്, DRDO ഡെവലപ്പ് ചെയ്യുന്ന ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം, മറ്റ് ഏവിയോണിക്സ് എന്നിങ്ങനെ വളരെ ഡീപ്പായ ഒരു അപ്ഗ്രേഡാണ് HAL ഉദ്ദേശിക്കുന്നത്. എന്നിരുന്നാലും പല മേഖലകളിലും റഷ്യയുടെ സഹായം ഈ അപ്ഗ്രേഡിന് ഇന്ത്യക്ക് ആവശ്യമുണ്ട്. ഇതിന്റെ കാരണം ഇതിന്റെ പൂർണ്ണമായ വിവരങ്ങൾ റഷ്യ നമുക്ക് കൈമാറിയിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. ഇത്തരത്തിൽ വലിയ തോതിൽ റഡാറുകളും ഏവിയോണിക്സും അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ കൂടുതൽ ഇലക്ട്രിക് പവർ ആവശ്യമായി വന്നേക്കും. ഈ ഇലക്ട്രിക് പവർ ജെറ്റ് എഞ്ചിനുകളിൽ നിന്നുമാണ് ലഭിക്കുന്നത്. നമ്മുടെ കാറുകളിൽ AC പ്രവർത്തിക്കുന്നത് കാറിന്റെ എഞ്ചിൻ പവർ ഉപയോഗിച്ചാണ്. അതുപോലെ തന്നെയാണ് എയർക്രാഫ്റ്റുകളിലും. റഡാർ, ഇലക്ട്രോണിക് വാർഫെയർ, ഏവിയോണിക്സ്, കമ്മ്യൂണിക്കേഷൻ ഇവയെല്ലാം പ്രവർത്തിക്കുന്നതിന് വേണ്ട ഇലക്ട്രിക് പവർ ജെറ്റ് എഞ്ചിനിൽ നിന്നുമാണ് ലഭിക്കുന്നത്. കൂടുതൽ പവർഫുൾ ആയ AC ഉപയോഗിച്ചാൽ നമ്മുടെ കാറിന്റെ പവർ കുറയുകയും വേഗത, ആക്സിലറേഷൻ എന്നിവയൊക്കെ കുറയുന്നത് പോലെ തന്നെ കൂടുതൽ അഡ്വാൻസ്ഡ് ആയ റഡാറുകൾ, ഏവിയോണിക്സ് എന്നിവ സൂപ്പർ സുഗോയ് അപ്ഗ്രേഡിലൂടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സുഗോയ് 30 MKIയുടെ നിലവിലെ AL-31FP എഞ്ചിനുകൾ ചിലപ്പോൾ മതിയാകാതെ വരും. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് ലഭ്യമല്ല. ഒരുപക്ഷെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഇലക്ട്രോണിക്സ് ഉപയോഗിക്കുന്നത് കൊണ്ട് പവർ കൺസപ്ഷനിൽ വലിയ വ്യത്യാസമുണ്ടാകുവാൻ സാധ്യതയില്ല എന്നും കരുതാം. ഇത് ഇന്ത്യൻ എയർഫോഴ്സിനും HALനും റഷ്യയ്ക്കും മാത്രമേ അറിയുകയുള്ളൂ. റഷ്യ AL-31FP എഞ്ചിനുകൾക്ക് പകരം ഇന്ത്യക്ക് ഓഫർ ചെയ്ത ജെറ്റ് എഞ്ചിനാണ് AL-41F. നിലവിൽ റഷ്യയുടെ സുഗോയ് 57 5th ജനറേഷൻ എയർക്രാഫ്റ്റ് ഇതേ എഞ്ചിനുകളാണ് ഉപയോഗിക്കുന്നത്. AL-31FPയുടെ പരമാവധി ത്രസ്റ്റ് 122.6 കിലോന്യൂട്ടൺ ആണ്. AL-41Fന്റെ മാക്സിമം ത്രസ്റ്റ് 142.2 കിലോന്യൂട്ടൺ. അപ്പോൾ AL-31FPയെ റീപ്ലേസ് ചെയ്ത് AL-41 സുഗോയ് 30 MKIയിൽ ഇന്റഗ്രേറ്റ് ചെയ്താൽ ഏകദേശം 40 കിലോന്യൂട്ടൺ അധികം ത്രസ്റ്റാണ് ലഭിക്കുന്നത്. AL-41F എഞ്ചിൻ വളരെ നാളുകളായി ഇന്ത്യക്ക് ഓഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് റഷ്യ. എന്നാൽ ഇന്ത്യ ഇതിൽ വലിയ താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല. ഇതിന്റെ പ്രധാന കാരണം AL-31FP എഞ്ചിന്റെ വലിയൊരു ശതമാനവും ഇന്ത്യയിൽ തന്നെയാണ് നിർമ്മിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ്. ഇന്ത്യക്ക് സാധ്യമായ തരത്തിൽ ഇവയെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് ഒറിജിനൽ വെർഷനേക്കാൾ മെച്ചപ്പെടുത്തിയിട്ടുമുണ്ട്. കുറച്ചുകൂടി കമ്പോണൻസ് ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച് കൂടുതൽ മെച്ചപ്പെട്ട ഒരു എഞ്ചിനാക്കി മാറ്റുവാനാണ് HAL ഉദ്ദേശിക്കുന്നത്. AL-41F എഞ്ചിനുകൾ AL-31FP എഞ്ചിനുകളെ റീപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടി കൂടി നിർമ്മിച്ചവയാണ്. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ ഇവയെ സുഗോയ് 30 MKIയിൽ ഘടിപ്പിക്കാം. AL-41ന് കുറച്ച് വലിപ്പ കൂടുതലുണ്ട്. അതിനാൽ തന്നെ എയർക്രാഫ്റ്റിന്റെ ബോഡിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടി വരുമോ എന്ന കാര്യം അറിയുകയില്ല. റഷ്യ തങ്ങളുടെ സുഗോയ് 30 SM എയർക്രാഫ്റ്റ് AL-41F എഞ്ചിനുകൾ ഉപയോഗിച്ച് അപ്ഗ്രേഡ് ചെയ്തിരുന്നു. സുഗോയ് 30 SM ഇന്ത്യയുടെ MKI പോലെ തന്നെയുള്ള എയർക്രാഫ്റ്റ് ആണ്. AL-41 ജെറ്റ് എഞ്ചിനുകൾ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ ഇതിന്റെ എയർ ഫ്രെയിമിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയിരുന്നില്ല. അപ്പോൾ സുഗോയ് 30 MKIയിലും എയർ ഫ്രെയിം മാറ്റേണ്ട കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. AL-41 എഞ്ചിനുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുവാൻ റഷ്യയുമായി പുതിയ കരാറുകൾ ഒപ്പിടേണ്ടി വരും. ചർച്ചകൾ ചെയ്ത് ഈ ഡീൽ ഫൈനലൈസ് ചെയ്യുവാൻ വളരെയധികം സമയവും ആവശ്യമായി വന്നേക്കാം. മാത്രവുമല്ല, റഷ്യ യുക്രൈൻ യുദ്ധം കാരണം റഷ്യയുടെ പക്കൽ നിന്നുമുള്ള ഉപകരണങ്ങൾക്ക് ഡിലേ ഉണ്ടാവുകയാണ്.
അതുപോലെ തന്നെ AL-41 ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിന് വേണ്ടി ഒരു എക്കോ സിസ്റ്റം ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇത്തരമൊരു എക്കോ സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുക്കുവാൻ സമയമെടുക്കും. ഇന്ത്യയെ സംബന്ധിച്ച് തീരെ സമയമില്ല. സുഖോയ് 30 MKI എത്രയും പെട്ടെന്ന് അപ്ഗ്രേഡ് ചെയ്യേണ്ടത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ആവശ്യമാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ AL-41 എഞ്ചിൻ ഓഫർ ഇന്ത്യ സ്വീകരിക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. റഷ്യൻ ഡിഫൻസ് മിനിസ്റ്ററുമായി S-400 എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ കാര്യവും ഇന്ത്യൻ ഡിഫൻസ് മിനിസ്റ്റർ ചർച്ച ചെയ്തു. 2 S-400 എയർ ഡിഫൻസ് സിസ്റ്റം കൂടി റഷ്യ ഉടനെ കൈമാറും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ കൂടുതൽ S-400 ഇന്ത്യക്ക് വേണ്ടി വാങ്ങുന്ന കാര്യത്തിലും ചർച്ചകൾ നടത്തുകയുണ്ടായി. ഇന്ത്യ S-500 എയർ ഡിഫൻസ് സിസ്റ്റം വാങ്ങുന്നതിനും താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. S-400നേക്കാൾ വളരെ അഡ്വാൻസ്ഡ് ആയ വേരിയന്റാണ് S-500. S-500ന് തുല്യമായ പ്രോജക്ട് കുശ ഇന്ത്യയിൽ DRDO ഡെവലപ്പ് ചെയ്യുന്നുമുണ്ട്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ഭീഷണികൾ നിലനിൽക്കുന്നതിനാൽ കാത്തിരിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. S-400 വളരെ മികച്ച രീതിയിലാണ് ഓപ്പറേഷൻ സിന്ദൂരിൽ പ്രവർത്തിച്ചത്. മുൻപുള്ള വീഡിയോകളിൽ ഇന്ത്യൻ എയർഫോഴ്സിന് പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ BVR മിസൈലുകൾ ഒരു ഭീഷണിയാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഈ ഒരു ഡിസഡ്വാൻറ്റേജിൽ നിന്നും ഇന്ത്യൻ ഫൈറ്ററുകളെ സംരക്ഷിച്ചത് S-400ന്റെ ലോങ് റേഞ്ച് ഇന്റർസെപ്ഷൻ കേപ്പബിലിറ്റി തന്നെയായിരുന്നു. പാകിസ്ഥാൻ എയർഫോഴ്സിന് ഇന്ത്യൻ ബോർഡറിൽ പ്രവർത്തിക്കുന്നത് S-400 ഉള്ളതിനാൽ സാധിച്ചില്ല. പാകിസ്ഥാന്റെ എയർഫോഴ്സിന് അവരുടെ എയർ സ്പേസിന്റെ വളരെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടതായി വന്നു. ഇതുകൊണ്ട് തന്നെയാണ് കൂടുതൽ S-400 അല്ലെങ്കിൽ S-500 വാങ്ങുവാൻ ഇന്ത്യ ഉദ്ദേശിക്കുന്നത്. S-400ന് 400 കിലോമീറ്റർ അകലെയുള്ള ടാർഗറ്റുകളെ ആക്രമിക്കുവാൻ സാധിക്കും. S-500ന്റെ റേഞ്ച് 600 കിലോമീറ്റർ ആണ്. 200 കിലോമീറ്റർ വരെ ഉയരത്തിൽ ടാർഗറ്റുകളെ തകർക്കുവാൻ S-500ന് കഴിയും. S-400ന് 40 കിലോമീറ്റർ ഉയരത്തിലുള്ള ടാർഗറ്റുകളെ മാത്രമേ ആക്രമിക്കുവാൻ സാധിക്കുകയുള്ളൂ. S-500ന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഹൈപ്പർസോണിക് മിസൈലുകൾ, ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ, ലോ എർത്ത് ഓർബിറ്റ് സാറ്റലൈറ്റുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ, സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകൾ എന്നിവയെ പ്രതിരോധിക്കുക എന്നതാണ്. S-500നെ കുറിച്ചും പ്രോജക്റ്റ് കുശയെക്കുറിച്ചുമുള്ള കൂടുതൽ ഡീറ്റെയിൽസ് മറ്റൊരു വീഡിയോയിൽ പറയാം. S-400നേക്കാൾ വളരെ അഡ്വാൻസ്ഡ് ആണ് S-500. ചൈനയും S-400 എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിക്കുന്നു. ചൈനയ്ക്ക് മുകളിൽ ഒരു അഡ്വാൻറ്റേജ് ലഭിക്കണമെങ്കിൽ S-400നേക്കാൾ അഡ്വാൻസ്ഡ് ആയ S-500 നമ്മൾ ഇൻഡക്ട് ചെയ്യണം. വലിയ അളവിൽ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ മിസൈലുകളും ചൈനയുടെ പക്കലുണ്ട്. അതുപോലെ തന്നെ വലിയ അളവിൽ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളും ചൈനയുടെ പക്കലുണ്ട്. ഇവയെ നേരിടുവാൻ S-400നേക്കാൾ മികച്ച S-500ന് മാത്രമേ കഴിയുകയുള്ളൂ. ഇന്ത്യ S-500 വാങ്ങുന്നതിനും പ്രോജക്റ്റ് കുശ എത്രയും പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യുന്നതിനും മുൻതൂക്കം നൽകണം. ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ഷീൽഡിന് പാരലലായി തന്നെ S-500 ഉപയോഗിക്കുവാൻ സാധിക്കും. ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം നെറ്റ്വർക്കിൽ ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് പ്രോജക്റ്റ് കുശ, S-500, S-400, MR-SAM, ആകാശ്, QR-SAM എന്നിവ ഒരുമിച്ച് ചേരുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയ ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ആയിരിക്കും നമുക്ക് ലഭിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ അത്യാവശ്യവുമാണ്.